വെൽക്കം. കുറേ നാൾ കൂടിയിട്ടാണ് നമ്മളിന്നൊരു വീഡിയോ ചെയ്യുന്നത്. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് സാധിക്കും. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു IELTS വീഡിയോ ആണ് കേട്ടോ. ഗ്രാമർ വീഡിയോസ് എല്ലാം ഇതിന് ശേഷം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്ത് IELTSനെ കുറിച്ചുള്ള ബേസിക്കായ കുറച്ച് കാര്യങ്ങൾ, അതുപോലെ തന്നെ റൈറ്റിംഗ് മൊഡ്യൂളിൽ നിങ്ങളുടെ സ്കോർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനുള്ള കുറച്ച് ടിപ്സ്, അതെല്ലാമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്കറിയാം IELTSന് 2 തരത്തിലുണ്ട്: ജനറൽ മൊഡ്യൂൾ, അക്കാദമിക് മൊഡ്യൂൾ. അപ്പോൾ നമ്മൾ ഇമിഗ്രേഷന് വേണ്ടി ട്രൈ ചെയ്യുന്നവർക്ക് എടുക്കുന്നതാണ് ജനറൽ മൊഡ്യൂൾ. അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് അവിടെ പോകുന്നവർക്ക്, ഫോറിൻ കൺട്രീസിൽ, ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിൽ പോകുന്നവർക്കുള്ളതാണ് അക്കാദമിക് മൊഡ്യൂൾ. അപ്പോൾ ഇത് 2 തന്നെ ആയാലും ശരി, 2 മൊഡ്യൂളിലും റൈറ്റിംഗ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് 2 ടാസ്ക് വരുന്നുണ്ട്. ജനറൽ മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വരുന്നത് ടാസ്ക് 1 എന്ന് പറയുന്നത് ലെറ്റർ ആണ്, ടാസ്ക് 2 എന്ന് പറയുന്നത് എസ്സേ ആണ്. അപ്പോൾ നമുക്ക് റൈറ്റിംഗ് മൊഡ്യൂളിൽ നമുക്ക് ആകെ കിട്ടുന്നത് 1 മണിക്കൂറാണ്, 60 മിനിറ്റ്സ്. അപ്പോൾ അതിനകത്ത് 20 മിനിറ്റ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ടാസ്കിന് വേണ്ടി, അതായത് ലെറ്ററിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്. അതിനുശേഷം ബാക്കി വരുന്ന 40 മിനിറ്റ്സ് നിങ്ങൾ എസ്സേ എഴുതുന്നതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അക്കാദമിക് മൊഡ്യൂൾ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് വരുന്നത് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. അതായത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വിഷ്വൽ ഇൻഫർമേഷൻ, ഒരു ചാർട്ട്, ലൈൻ ഗ്രാഫ്, പൈ ഗ്രാഫ്, അല്ലെങ്കിൽ ഡയഗ്രാം, മാപ്പ്, ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നിങ്ങൾ അതിലെന്താണോ ഉള്ളത് അത് നിങ്ങളുടെ ഭാഷയിൽ 150 വേർഡ്സിൽ എഴുതുക. അതാണ് സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത്. ജനറൽ മൊഡ്യൂളിലായാലും ശരി, അക്കാദമിക് മൊഡ്യൂളിലായാലും ശരി, സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് എസ്സേ ആണ്. എസ്സേക്ക് 250 വേർഡ് മിനിമം ഉണ്ടായിരിക്കണം. ഫസ്റ്റ് ടാസ്കിനകത്ത് നിങ്ങൾക്ക് വേണ്ടത് 150 വേർഡ്സ് ആണ്. സെക്കൻഡ് ടാസ്കിൽ മിനിമം 250 വേർഡ്സ് എങ്കിലും വേണം. അതിൽ കൂടുതൽ എഴുതുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ ഒരിക്കലും അതിൽ കുറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ജനറൽ മൊഡ്യൂളിലെ ഫസ്റ്റ് ടാസ്കിനെ കുറിച്ച് നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ലെറ്റർ ആണ്. അപ്പോൾ ആ ലെറ്റർ എന്ന് പറയുന്നത് ഏത് തരത്തിലാവും? അതൊരു ഫോർമൽ ലെറ്റർ ആയിരിക്കാം, സെമി ഫോർമൽ ലെറ്റർ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതൊരു ഇൻഫോർമൽ ലെറ്റർ ആയിരിക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഈ ലെറ്ററിൻ്റെ ടൈപ്പിനനുസരിച്ചായിരിക്കണം. അതായത് ഫോർമൽ ലെറ്റർ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ടോപ്പിക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ഫോർമലായ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്യണം. അതിനനുസരിച്ച് സല്യൂട്ടേഷൻ ആയിരിക്കണം, അതിനനുസരിച്ച് ക്ലോസിംഗ് ഫോർമുല ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സെമി ഫോർമൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിലാക്സ്ഡ് ആയ ഒരു സ്റ്റൈൽ. ഇപ്പോൾ നമ്മുടെ ലാൻഡ് ലോഡിന് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ നെയ്ബർക്ക് എഴുതുന്ന ലെറ്റേഴ്സ്, ഇതൊക്കെ സെമി ഫോർമൽ ലെറ്റേഴ്സിൽ വരുന്നതാണെന്ന്. മറിച്ച് നമ്മുടെ ബോസിന് അയക്കുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് അതോറിറ്റിക്ക് അയക്കുന്ന ലെറ്റർ, ഇതെല്ലാം ഫോർമൽ ലെറ്റേഴ്സിൽ വരുന്നതാണ്. ഇനി ഇൻഫോർമൽ ലെറ്റർ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ടോപ്പിക് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ലാംഗ്വേജ് ആയിരിക്കും. ഒരിക്കലും അതിനകത്ത് ഒരു ഇൻഫോർമൽ ലെറ്ററിന് ഫോർമൽ ലെറ്ററിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. ഫ്രണ്ട്സിന് എഴുതുന്ന ലെറ്റേഴ്സ്, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിന് എഴുതുന്ന ലെറ്റേഴ്സ്, ഇതൊക്കെ ഇൻഫോർമൽ ലെറ്റർ കാറ്റഗറിയിൽ വരുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം, ടോൺ ആയിരിക്കണം നമ്മൾ ഇൻഫോർമൽ ലെറ്റർ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ലെറ്റർ ടാസ്കിലുള്ള നിങ്ങളുടെ ബാൻഡ് സ്കോറിനെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള ലാംഗ്വേജ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇൻഫോർമൽ ലെറ്ററിൽ ഒരിക്കലും ഫോർമൽ ലാംഗ്വേജ് യൂസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഫോർമൽ ലെറ്ററിൽ ഒരിക്കലും ഇൻഫോർമൽ ലാംഗ്വേജും യൂസ് ചെയ്യരുത്. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു ടോപ്പിക് ഉണ്ട്. യു വാണ്ട് ടു ഇൻവൈറ്റ് എ സിംഗർ ടു പെർഫോം. റൈറ്റ് എ ലെറ്റർ ടു ദ സിംഗർ. ഇൻ യുവർ ലെറ്റർ ടെൽ ഹിം ഓർ ഹെർ അബൌട്ട് ദ ഇവൻറ്റ്. ഇൻവൈറ്റ് ഹിം ഓർ ഹെർ ടു പെർഫോം അറ്റ് ദ ഇവൻറ്റ്. എക്സ്പ്ലെയിൻ വൈ യു വുഡ് ലൈക്ക് ഹിം ഓർ ഹെർ ടു പെർഫോം. അപ്പോൾ ലെറ്റർ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഈ ലെറ്റർ എന്ന് പറയുന്നത് നമുക്ക് സെമി ഫോർമൽ ആയ ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. നിങ്ങൾക്ക് അത്ര പേഴ്സണലി അറിയാവുന്ന ഒരാൾക്കല്ല എഴുതുന്നത്, എന്നാൽ ഒരു അതോറിറ്റിക്കും അല്ല എഴുതുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് സെമി ഫോർമൽ ലെറ്റർ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഈ ലെറ്റർ വരിക. അപ്പോൾ ഈ ലെറ്റർ ടോപ്പിക് നിങ്ങൾക്ക് തരുമ്പോൾ അതിനകത്ത് എപ്പോഴും 3 ബുള്ളറ്റ് പോയിന്റ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ലെറ്റർ ആ 3 ബുള്ളറ്റ് പോയിന്റിനെയും ആൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അതേ ഓർഡറിൽ തന്നെ ചെയ്യണമെന്നില്ല, പക്ഷേ 3 ക്വസ്റ്റ്യൻസും അതിനകത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ 3 ടാസ്ക്. ഇപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സിംഗറെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ എന്ത് ഇവൻറ്റിലാണ് ആ സിംഗറെ പെർഫോം ചെയ്യാൻ വിളിക്കുന്നത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് നിങ്ങളുടെ ലെറ്ററിൽ ഒരു ഭാഗമായിട്ട് അത് വേണം. പിന്നെ നിങ്ങൾ ആ സിംഗറെ ഇൻവൈറ്റ് ചെയ്യണം. ആദ്യം നിങ്ങൾ ആ സിംഗറെ കുറിച്ച്, ഇവൻറ്റിനെ കുറിച്ച് പറയണം. പിന്നെ നിങ്ങൾ ആ സിംഗറെ ആ ഇവൻറ്റിനകത്ത് പെർഫോം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്തുകൊണ്ട് ആ സിംഗർ അവിടെ പെർഫോം ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ഈ 3 ടാസ്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലെറ്ററിൽ ഒരു നല്ല മാർക്ക് കിട്ടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിനകത്ത് ലെറ്റർ ടോപ്പിക്കിൽ 3 ടാസ്ക് ഉണ്ടായിരിക്കും. 3 ആൻസർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതേപോലെ തന്നെ അപ്രോപ്രിയേറ്റ് ആയ ലാംഗ്വേജ് യൂസ് ചെയ്യുക.
ഇത്രയും ചെയ്യണം. മിനിമം 150 വേർഡ്സ് എങ്കിലും എഴുതുക. അപ്പോൾ നമ്മൾ 150 വേർഡ്സ് എഴുതിയിട്ടില്ല, നിങ്ങൾക്ക് ഒരു 140 വേർഡ്സിന് 150ക്ക് ഇടയിലാണ് നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കാര്യമായ ഒരു പെനാൽറ്റി ഒന്നും വരാനിടയില്ല. പക്ഷെ ഒരിക്കലും 140ക്ക് താഴെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എപ്പോഴും നമുക്കൊരു സേഫ് സൈഡിലാവുന്നതിന് വേണ്ടി ഒരു 160യോ 170യോ 180യോ 200ന് മുകളിൽ എഴുതേണ്ട ആവശ്യമില്ല. അത്രയും എങ്കിലും എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ഇനിയിപ്പോൾ അക്കാദമിക് മൊഡ്യൂളിലാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്ന റിപ്പോർട്ടാണ്. നിങ്ങൾക്കൊരു വിഷ്വൽ ഇൻപുട്ടാണ് തരിക. അതൊരു ഗ്രാഫ് ആയിരിക്കാം, ഒരു പൈ ചാർട്ട് ആയിരിക്കാം, ഒരു ഡയഗ്രം ആയിരിക്കാം, മാപ്പ് ആയിരിക്കാം, ടേബിൾ ആയിരിക്കാം, ഒരു പ്രോസസ് ഡയഗ്രം ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു അൽഗോരിതം ആയിരിക്കാം, ഫ്ലോ ചാർട്ട് ആയിരിക്കാം, എന്ത് വേണമെങ്കിൽ വരാം. അപ്പോൾ നമ്മൾ ആ തന്നിരിക്കുന്ന വിഷ്വൽ ഇൻഫർമേഷനെ നിങ്ങളുടെ ഭാഷയിൽ 150 വേർഡ്സിലെങ്കിലും അത് ഒരു യൂണിവേഴ്സിറ്റി പ്രൊഫസർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ വേണ്ടി ഉള്ള രീതിയിൽ നിങ്ങൾ ഒരു റിപ്പോർട്ടായിട്ട് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ റിപ്പോർട്ട് ഇത് ചെയ്യുമ്പോൾ 150 വേർഡ്സ് എഴുതാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇതിനകത്തും തന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജ് ഫോർമൽ ലാംഗ്വേജ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. ഒരിക്കലും കോൺട്രാക്റ്റഡ് വർക്ക് ഫോംസ് ഒന്നും യൂസ് ചെയ്യരുത്. ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറഞ്ഞ റിപ്പോർട്ട് എന്താണോ നിങ്ങൾക്ക് തന്നിട്ടുള്ള വിഷ്വൽ ഇൻപുട്ട് എന്നുള്ളത് അത് എക്സ്പ്ലെയിൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് സെൻറ്റൻസ് ആയിട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് തന്നിരിക്കുന്ന ഡാറ്റ ഏത് വർഷങ്ങൾക്കുള്ളതാണുള്ളതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പാസ്റ്റ് ഡാറ്റയാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലുള്ള ഡാറ്റയാണ് തന്നിരിക്കുന്നതുണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റ് അങ്ങനെ ഒരു ടൈം റെഫറൻസ് ഇല്ല എന്നുണ്ട്, അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് വന്നിരിക്കുന്നതുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ ഉപയോഗിക്കാം. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇത് കൊടുത്തിരിക്കുന്നത് കാനഡയിലെ യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ്സിൻ്റെ എണ്ണമാണ് 1992 മുതൽ 2007 വരെ. അപ്പോൾ അത് നമുക്കറിയാം ഇത് പാസ്റ്റ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഈ റിപ്പോർട്ടിൽ യൂസ് ചെയ്യേണ്ട ലാംഗ്വേജും തന്നെ ഇത് എഴുതുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസിലായിരിക്കും. ഫസ്റ്റ് സെൻറ്റൻസ് നമ്മളെപ്പോഴും പ്രസൻറ്റ് ടെൻസിൽ തന്നെ എഴുതുക. ആ ഫസ്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ റിപ്പോർട്ട്, ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്താണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അത് പ്രസൻറ്റ് ടെൻസിലാക്കുക. ബാക്കിയുള്ളത് അതിനനുസരിച്ച് പാസ്റ്റ് ഡാറ്റയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുക. പ്രസൻറ്റ് ഡാറ്റയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുക. അപ്രോപ്രിയേറ്റ് ടെൻസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ടാസ്ക് 2 എന്ന് പറയുന്നത് ജനറൽ മൊഡ്യൂളിലായാലും ശരി അക്കാദമിക് മൊഡ്യൂളിലായാലും ശരി എസ്സേ ആണ്. നിങ്ങളുടെ എസ്സേക്ക് മിനിമം 250 വേർഡ്സ് വേണം. ഈ എസ്സേ ടോപ്പിക്കിൽ രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും, എന്നാലും ബേസിക്കലി എല്ലാം നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇവിടെ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരു സ്പെഷ്യൽ നോളേജും ഈ എസ്സേ എഴുതാൻ ആവശ്യമില്ല. എല്ലാം ജനറൽ ടോപ്പിക്സ് ആയിരിക്കും. നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ട ടോപ്പിക്സ് ഒന്നുമല്ല ഇത്. നിങ്ങൾക്ക് അറിയാവുന്ന ഐഡിയാസ്, എപ്പോഴും നമ്മൾ എഴുതുന്നത് കൺവിൻസിങ് ആയ ഐഡിയാസ് യൂസ് ചെയ്ത് എഴുതുക. അതേപോലെ തന്നെ എസ്സേയിൽ ജനറൽ ആയാലും ശരി അക്കാദമിക് ആയാലും ശരി ഫോർമൽ ലാംഗ്വേജ് മാത്രം യൂസ് ചെയ്യുക. കോൺട്രാക്റ്റഡ് വർക്ക് ഫോംസ് യൂസ് ചെയ്യരുത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ദർ ഈസ് മോർ ആൻഡ് മോർ കോമ്പറ്റീഷൻ ഫോർ ഗെറ്റിംഗ് ഇൻ ടു യൂണിവേഴ്സിറ്റി. ഈസ് ദിസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡെവലപ്മെൻറ്റ്? അപ്പം നമുക്ക് ഈ ടോപ്പിക്കിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ് നിങ്ങൾ പറയേണ്ടത്. അപ്പം നമ്മളുടെ ടോപ്പിക് എന്താണോ അതിനനുസരിച്ച് വേണം നമ്മുടെ എസ്സേ. എപ്പോഴും നിങ്ങൾ എസ്സേ നല്ലതുപോലെ തന്നിരിക്കുന്ന ടോപ്പിക് നല്ലതുപോലെ വായിച്ചതിന് ശേഷം മാത്രം എസ്സേ എഴുതുക. എന്താണോ ടാസ്ക് അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടുന്നതിന് വേണ്ടി കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ അതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കുന്നു, എന്തുകൊണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, അതൊന്നും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ഇത് പോസിറ്റീവ് ആണോ ഈ ഡെവലപ്മെൻറ്റ്, നെഗറ്റീവ് ആണോ എന്ന് മാത്രം എഴുതുക. അപ്പോൾ നിങ്ങൾ പോസിറ്റീവ് ആണ് എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതുണ്ടെങ്കിൽ അതായിരിക്കണം നിങ്ങളുടെ എസ്സേ. പിന്നെ അതിനകത്ത് അത് നെഗറ്റീവ് ആവാനുള്ള കാരണങ്ങളൊന്നും പറയരുത്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് ഇൻ മൈ ഒപ്പീനിയൻ ദിസ് ഈസ് എ പോസിറ്റീവ് ഡെവലപ്മെൻറ്റ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സ് എന്തുകൊണ്ട് അത് പോസിറ്റീവ് ആണെന്ന് വേണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. പിന്നെ അവിടെ എന്തുകൊണ്ട് അത് നെഗറ്റീവ് ആണ് നിങ്ങൾ ആ എസ്സേയിൽ പറയരുത്. കാരണം നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സ് എപ്പോഴും നിങ്ങളുടെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ അത് പോസിറ്റീവ് ആണ് എന്നുള്ള ഒരു ഒപ്പീനിയനാണ് നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എക്സ്പ്രസ് ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് പോസിറ്റീവ് എന്നുള്ളത് ബോഡി പാരഗ്രാഫ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. കൺക്ലൂഡിങ് പാരഗ്രാഫിൽ ഈ മെയിൻ പോയിന്റ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുക. പുതിയതായ ഒരു പോയിന്റും കൺക്ലൂഷനിൽ വരരുത്. ഇനി നിങ്ങളിത് നെഗറ്റീവ് ഡെവലപ്മെന്റ് ആണ് എന്നാണ് നിങ്ങളുടെ ഒപ്പീനിയൻ എങ്കിൽ അത് എന്തുകൊണ്ട് നെഗറ്റീവ് എന്നുള്ള രീതിയിലും നിങ്ങൾ ബോഡി പാരഗ്രാഫ്സ് തയ്യാറാക്കുക. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പോസിറ്റീവായ പോയിന്റ്സ് ഒന്നും മെൻഷൻ ചെയ്യരുത്. നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ ഉണ്ട്, ഇതിനകത്ത് പോസിറ്റീവും നെഗറ്റീവുമായ ആസ്പെക്ട്സ് ഉണ്ടെന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് ആ പോസിറ്റീവ് ആസ്പെക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയും അതിൻ്റെ രണ്ടാമത്തെ പാരഗ്രാഫ് നെഗറ്റീവ് ആസ്പെക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കും. നിങ്ങളുടെ എസ്സേക്ക് മിനിമം 4 പാരഗ്രാഫ് ഉണ്ടായിരിക്കണം. ഇൻട്രൊഡക്ഷൻ, അതേപോലെ തന്നെ 2 ബോഡി പാരഗ്രാഫ്, പിന്നെ ഒരു കൺക്ലൂഷൻ. അപ്പോൾ ഇൻട്രൊഡക്ഷനിൽ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ തന്നെ നിങ്ങളുടെ വേർഡിൽ
ഒന്ന് പാരഫ്രൈസ് ചെയ്തിട്ട് എഴുതുക. അതിനുശേഷം നിങ്ങളുടെ ഒപ്പീനിയനും കൂടി ഇൻട്രഡക്ഷനിൽ ആഡ് ചെയ്യുക. 2 മാക്സിമം 3 സെൻറ്റൻസ് മാത്രമേ ഇൻട്രഡക്ഷനിൽ ആവശ്യമുള്ളൂ. അതിനുശേഷം 2 ബോഡി പാരഗ്രാഫ്സ് എഴുതുക. പോസിറ്റീവ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ 2 ബോഡി പാരഗ്രാഫ്സിലും അത് പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം മെൻഷൻ ചെയ്യുക. നെഗറ്റീവ് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ 2 ബോഡി പാരഗ്രാഫിലും എന്തുകൊണ്ട് നെഗറ്റീവ് എന്ന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനി പോസിറ്റീവും നെഗറ്റീവുമായ വശങ്ങളുണ്ട് എന്നാണ് നിങ്ങളുടെ അഭിപ്രായമെങ്കിൽ ഒരു ബോഡി പാരഗ്രാഫ് പോസിറ്റീവായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും മറ്റേ ബോഡി പാരഗ്രാഫ് നെഗറ്റീവായ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനും വേണ്ടി യൂസ് ചെയ്യാം. ഇനി വേറൊരു ടോപ്പിക് കൂടി നമുക്ക് നോക്കാം. എവരിബഡി ഷുഡ് ഡൊണേറ്റ് എ ഫിക്സഡ് എമൗണ്ട് ഓഫ് ദെയർ ഇൻകം ടു സപ്പോർട്ട് ചാരിറ്റി. ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി? അപ്പോൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം അതിനകത്ത് ഒരു ഒപ്പീനിയൻ അവർ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അവരുടെ ഇൻകത്തിൽ നിന്ന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ചാരിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കണം. നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ എത്രമാത്രം എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫുള്ളി എഗ്രി ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് പറയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഫുള്ളി എഗ്രി ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ എസ്സേ മുഴുവൻ. ഇനി നിങ്ങൾക്ക് ഫുള്ളി ഡിസഗ്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായത്തിൽ ആളുകൾ ഡൊണേറ്റ് ചെയ്യേണ്ട അത് വേണം ആ എസ്സേ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് പാർഷ്യലി എഗ്രി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചില കണ്ടീഷൻസ് വയ്ക്കാം. അതായത് ആരൊക്കെ ഡൊണേറ്റ് ചെയ്യണം, ആരെല്ലാം ഡൊണേറ്റ് ചെയ്യേണ്ട, അത് കമ്പൽസറി ആക്കേണ്ടതുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടേതായ കുറച്ച് ക്ലോസസ് എല്ലാം അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതുപോലെ ഒരു എസ്സേ തയ്യാറാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ലതുപോലെ ക്വസ്റ്റ്യൻ വായിക്കുക. ഇപ്പോൾ ഇത് ടു വാട്ട് എക്സ്റ്റെൻറ്റ് ഡു യു എഗ്രി ഓർ ഡിസഗ്രി, അല്ലാണ്ടെങ്കിൽ എഗ്രി ഓർ ഡിസഗ്രി എസ്സേ ആണോ, ഒപ്പീനിയൻ എസ്സേ ആണോ, ഡിസ്കഷൻ എസ്സേ ആണോ, അതിനൊക്കെ അനുസരിച്ചിരിക്കണം നിങ്ങളുടെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറയുന്ന ഒരു എസ്സേ എഴുതുന്ന പോലെയല്ല നിങ്ങൾ ഒരു എഗ്രി ഓർ ഡിസഗ്രി എസ്സേ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഡിസ്കസ് ബോത്ത് സൈഡ്സ് പറയുന്ന എസ്സേയുടെ ഒരു ഫോർമാറ്റ് ആയിരിക്കില്ല ഒരു അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എസ്സേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് ചോദിക്കുന്ന ഒരു എസ്സേക്ക്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനനുസരിച്ച് മാത്രം എഴുതുക. നിങ്ങൾ ഫുള്ളി എഗ്രി ചെയ്യുന്നുണ്ടെങ്കിൽ മുഴുവൻ എസ്സേയും എന്തുകൊണ്ട് എഗ്രി ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. നിങ്ങൾ ഫുള്ളി ഡിസഗ്രി ചെയ്യുന്നുവെങ്കിൽ മുഴുവൻ എസ്സേയും എന്തായിരിക്കണം എന്തുകൊണ്ട് ഡിസഗ്രി ചെയ്യുന്നു എന്നുള്ളതായിരിക്കണം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് കോൺട്രഡിക്ടറി ആയ പോയിന്റ്സ് ഒന്നും ഉണ്ടാവരുത്. ഇനി നിങ്ങളുടെ എസ്സേയും അതേപോലെ തന്നെ ലെറ്ററും റിപ്പോർട്ടും എല്ലാം എങ്ങനെയാണ് അസസ് ചെയ്യുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ IELTS എക്സാമിനേഴ്സ് ഉപയോഗിക്കുന്നത് ഒരു 4 പോയിന്റ് ഇവാലുവേഷൻ ക്രൈറ്റീരിയനാണ്. അപ്പോൾ ഇതിനകത്ത് 4 എണ്ണമായി വരുന്നത് ഒന്ന് ടാസ്ക് റെസ്പോൺസ് ആണ്. ടാസ്ക് റെസ്പോൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ തന്നിരിക്കുന്ന ജോലി ശരിയായി ചെയ്തിട്ടുണ്ടോ. അതായത് ഇപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ആ 3 ബുള്ളറ്റ് പോയിന്റും നിങ്ങൾ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ, ആൻസർ ചെയ്തിട്ടുണ്ടോ. റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വിഷ്വൽ തന്നിരിക്കുന്ന ഇൻപുട്ടിനെ ശരിയായ രീതിയിൽ അതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ റിപ്പോർട്ടിൽ വരുന്നുണ്ടോ. നമ്മൾ ശ്രദ്ധിക്കുക, റിപ്പോർട്ട് എഴുതുമ്പോൾ 150 വേർഡ്സ് ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ എല്ലാ ഡീറ്റെയിലും കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയ ഡീറ്റെയിൽ ഏതോ അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. അതേപോലെ തന്നെ കമ്പാരിസൺ ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണെന്നുണ്ടെങ്കിൽ അത് കമ്പയർ ചെയ്യുക. കോൺട്രാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണെന്നുണ്ടെങ്കിൽ അത് കോൺട്രാസ്റ്റ് ചെയ്യുക. ഇനി ഇതിനൊന്നും ഓപ്ഷൻ ഇല്ല, ജസ്റ്റ് റിപ്പോർട്ട് ചെയ്യാനേ ഉള്ളൂണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിനകത്ത് ഇയേഴ്സ്, യൂണിറ്റ്സ് അതൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് ഉപയോഗിക്കുക, കറക്റ്റായി ടെൻസ് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ അതെല്ലാം ചെയ്തിട്ടുണ്ട്. എസ്സേ ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്ന ജോലി ഇപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് എസ്സേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് അഡ്വാൻറ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ഡിസഡ്വാൻറ്റേജ് മെൻഷൻ ചെയ്തിട്ടുണ്ടോ, ആ ടോപ്പിക്കിൽ തന്നിരിക്കുന്നത് എന്താണോ അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ, അതാണ് നോക്കുന്നത്. അതാണ് ടാസ്ക് റെസ്പോൺസ്. അപ്പോൾ ഇതിനകത്ത് റെലവൻ്റ് ആയ പോയിന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുക. ഇറെലവൻ്റ് ആയ പോയിന്റ്സ് നിങ്ങളുടെ സ്കോറിനെ ബാധിക്കും. അതുകൊണ്ട് പറഞ്ഞ കാര്യം മാത്രം ചെയ്യുക, പറഞ്ഞത് മുഴുവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പും വരുത്തുക. പിന്നെ കൊഹറൻസ് ആൻഡ് കൊഹീഷൻ എന്ന് പറയുന്നത് നമ്മുടെ എസ്സേയെ നമുക്ക് സെൻറ്റൻസസിനെ നമുക്ക് വേണ്ട രീതിയിൽ ലിങ്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു സെൻറ്റൻസിൽ നിന്ന് അടുത്ത സെൻറ്റൻസിലേക്ക് ഐഡിയ ഫ്ലോ ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കുറേ കൊഹീസീവ് എലമെന്റ്സ് യൂസ് ചെയ്യും. കൺജങ്ഷൻസ് ഒരു കൊഹീസീവ് എലമെന്റ് ആണ്. അതേപോലെ തന്നെ ഡിസ്കോഴ്സ് മാർക്കേഴ്സ്, ഇപ്പോൾ നമുക്ക് ഹൗവർ, അതേപോലെ തന്നെ ബിസൈഡ്സ്, ഓൾസോ, ഇൻ അഡീഷൻ, മോറോവർ, ഇതെല്ലാം കൊഹീസീവ് എലമെന്റ്സ് ആണ്. ഇതെല്ലാം കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ. ഇത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എല്ലാ സെൻറ്റൻസും എന്തെങ്കിലും ഒരു ലിങ്കിങ് എക്സ്പ്രഷൻ ഉപയോഗിച്ച് അവർ ചെയ്യും. ഒരിക്കലും അത് ചെയ്യരുത്. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക. നമുക്ക് ഐഡിയാസ് ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തലാണ് ലക്ഷ്യം, അല്ലാതെ വെറുതെ കുറേ കൊഹീസീവ് എലമെന്റ്സ് യൂസ് ചെയ്യലല്ല. അപ്പോൾ വേണ്ട സ്ഥലത്ത് മാത്രം ഉപയോഗിക്കുക, വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക. ഗ്രാമാറ്റിക്കൽ റേഞ്ച് ആൻഡ് അക്യുറസി എന്ന് പറയുമ്പോൾ അതിനകത്ത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രാമർ, ഇപ്പോൾ നിങ്ങളുടെ എല്ലാ സെൻറ്റൻസും സിമ്പിൾ സെൻറ്റൻസ് ആണ്. അതായത് തീരെ ചെറുതും
ഉള്ളതും അതേപോലെ തന്നെ ഒറ്റ ക്ലോസും മാത്രമുള്ള സെൻറ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാമാറ്റിക്കൽ റേഞ്ച് കുറവാണ് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളുടെ സ്കോറിനെ ബാധിക്കും. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസസ് എഴുതാൻ ശ്രദ്ധിക്കുക. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസസ് അല്ല. കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിൽ കൂടുതലോ ക്ലോസുകളുള്ള സെൻറ്റൻസ്. ഒരിക്കലും ഒരുപാട് ലെങ്തിയായ സെൻറ്റൻസസ് എഴുതരുത്. അത് അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തുകയും ചെയ്യും, നിങ്ങളുടെ റൈറ്റിംഗ് ബോറാവുകയും ചെയ്യും, നിങ്ങളുടെ സ്കോർ കുറയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരു സെൻറ്റൻസ് സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത സെൻറ്റൻസ് കോംപ്ലക്സ് ആവാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ പല ലെങ്തിലുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കുക. പക്ഷെ അപ്പോഴും തന്നെ ഒരുപാട് ലെങ്തിയായ സെൻറ്റൻസസ് ഉപയോഗിക്കരുത്. നിങ്ങളുടെ ഗ്രാമർ മിസ്റ്റേക്സ് നിങ്ങളുടെ സ്കോറിനെ ബാധിക്കും. അതുകൊണ്ട് മാക്സിമം ഗ്രാമർ മിസ്റ്റേക്സ് കുറയ്ക്കാൻ പറ്റുന്ന രീതിയിൽ വേണം നിങ്ങൾ എഴുതാൻ. അപ്പോൾ നമ്മൾ സിമ്പിളായ സെൻറ്റൻസസ് ഉപയോഗിക്കേണ്ടി വരും. ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ സെൻറ്റൻസ് പാറ്റേൺസ് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് പരിചയമുള്ള പാറ്റേൺസ് മാത്രം യൂസ് ചെയ്യുക. അതുപോലെ അങ്ങനെ ചെയ്യുമ്പോഴും തന്നെ ഒന്നോ രണ്ടോ കോംപ്ലക്സ് സെൻറ്റൻസസ് എങ്കിലും ഒരു പാരഗ്രാഫിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ലെക്സിക്കൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വൊക്കാബുലറിയാണ്. ഒരുപാട് ഒബ്സ്ക്യൂറായ ആരും കേട്ടിട്ടില്ലാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കരുത്. സാധാരണ സ്റ്റാൻഡേർഡ് വൊക്കാബുലറി യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് വേർഡ്സ് യൂസ് ചെയ്യാൻ കഴിയാനുള്ളതാണ് പ്രധാനം. അല്ലാതെ ആരും കേൾക്കാത്ത വേർഡുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ല. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡായ വേർഡ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് തന്നെയായിരിക്കും ആ കോണ്ടെക്സ്റ്റിന് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയ വേർഡ്സ്. പക്ഷെ അത് കറക്റ്റായ രീതിയിൽ ഉപയോഗിക്കുക. കുറച്ചുകൂടി നമ്മൾ അത്ര കോമൺ ആയിട്ട് യൂസ് ചെയ്യാത്ത വേർഡ്സും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇനി അൺകോമൺ ആയ വേർഡ്സ് യൂസ് ചെയ്യുന്നതിന് വേണ്ടി മിസ്റ്റേക്സ് വരുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് അൺകോമൺ ആയ ഒരു വേർഡും പ്രത്യേകിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു വേർഡ് തന്നെ ഉപയോഗിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറയില്ല. ഒരുപാട് നല്ല ഇംപ്രസീവായ വൊക്കാബുലറി ഒരുപക്ഷെ നിങ്ങളുടെ മാർക്ക് കൂട്ടിയേക്കാം. പക്ഷേ സാധാരണ വേർഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ മാർക്ക് കുറയില്ല. നിങ്ങൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിച്ച് മിസ്റ്റേക്സ് വരുത്തുമ്പോഴാണ് നിങ്ങളുടെ ബാങ്ക് സ്കോർ കുറയുക. അതുകൊണ്ട് അത് ചെയ്യരുത്. അറിയാവുന്ന വേർഡ്സ് നിങ്ങൾക്ക് കറക്റ്റായ കോണ്ടെക്സ്റ്റിലാണോ അത് ഉപയോഗിക്കുന്നത് കൂടി അറിയുന്നുണ്ടെങ്കിൽ മാത്രം അത് ഉപയോഗിക്കാം. നിങ്ങളുടെ എസ്സേ അല്ലെങ്കിൽ ലെറ്റർ എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കൊടുക്കേണ്ട ഒരു ചെക്ക് ലിസ്റ്റാണ് എനിക്ക് പറയുന്നത്. അപ്പോൾ കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയാസ് റെലവൻ്റ് ആണോ. ഇറെലവൻ്റായ ഐഡിയാസ് ഉപയോഗിക്കരുത്. ആ ടോപ്പിക്കിന് ആവശ്യമുള്ള നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണോ അത് ആൻസർ ചെയ്യുക. അതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും നിങ്ങൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇറെലവൻ്റായ എല്ലാ പോയിന്റ്സും ഒഴിവാക്കുക. അതുപോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്തിട്ടുണ്ടോ, അത് വളരെ പ്രധാനമാണ്. എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മാർക്ക് പോകും. നിങ്ങളുടെ ഒപ്പീനിയനെ നിങ്ങൾക്ക് ഇപ്പോൾ എസ്സേ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയനെ നിങ്ങൾക്ക് വാലിഡായ ആർഗ്യുമെൻറ്റ്സ് ഉപയോഗിച്ച് സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അതും പ്രധാനമാണ്. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സ്. ഒരിക്കലും ആ ഒപ്പീനിയനെ കോൺട്രഡിക്റ്റ് ചെയ്യുന്ന പോയിന്റ്സ് നിങ്ങളുടെ ബോഡി പാരഗ്രാഫ്സിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇതേ ഒപ്പീനിയൻ തന്നെ ആയിരിക്കണം നിങ്ങൾ കൺക്ലൂഷനിലും എക്സ്പ്രസ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ പറയുകയാണ് ഞാൻ ഈ ആർഗ്യുമെൻറ്റുമായിട്ട് എഗ്രി ചെയ്യുന്നു, പക്ഷേ കൺക്ലൂഷനിൽ നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്ന രീതിയിലാണ് എഴുതുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് നഷ്ടപ്പെടും. അപ്പോൾ നമുക്കിവിടെ ഒരു ടോപ്പിക് നോക്കാം. A lot of people complain that they have difficulty getting enough sleep. What problems are caused by this? What solutions can you suggest? ഇത് പൊതുവെ നേരത്തെ ചോദിച്ചിരുന്ന ഒരു എസ്സേ ടോപ്പിക്കാണ്, ഇപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഈ ടോപ്പിക്കിനകത്ത് 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ആദ്യം പറയുന്നുണ്ട് പലർക്കും ഇപ്പോൾ ആവശ്യത്തിന് ഉറക്കം കിട്ടുന്നില്ല. 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്ത് പ്രശ്നങ്ങളാണ് ഇതുകൊണ്ടുണ്ടാകുന്നതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്ത് സൊല്യൂഷൻസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം മാത്രം എഴുതുക. പലരും ഇവിടെ ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ആളുകൾക്ക് ഉറക്കം കിട്ടാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പാരഗ്രാഫ് തന്നെ എഴുതും. ഇവിടെ നോക്കൂ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഈ ടാസ്ക് റൂബ്രിക്കിനകത്ത് എവിടെയും വൈ പീപ്പിൾ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് സ്ലീപ്പ് എന്ന് ചോദിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു പാരഗ്രാഫ് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആണെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു ഇറലവൻറ്റ് പോയിന്റ്സ് ആയതുകൊണ്ട് നിങ്ങളുടെ സ്കോർ കുറയുകയും ചെയ്യും. അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്സിൽ സ്ലീപ്പ് ഡിപ്രിവേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എക്സ്പ്ലെയിൻ ചെയ്യുക. സെക്കൻഡ് ബോഡി പാരഗ്രാഫ്സിൽ അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള സൊല്യൂഷൻ സജസ്റ്റ് ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി കൺക്ലൂഷനിൽ ഈ പോയിന്റ്സ് എല്ലാം മെയിൻ പോയിന്റ്സ് എല്ലാം 2-3 സെൻറ്റൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് കൺക്ലൂഷനിൽ എഴുതുക. പുതിയതായ ഒരു പോയിന്റും അതിനകത്ത് ചെയ്യരുത്. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനെ ക്വസ്റ്റ്യനിലുള്ള ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ആൻസർ ചെയ്യുക. ഇറലവൻ്റ് ആയ ഒരു പോയിന്റ് പോലും അതിനകത്ത് വരുന്നില്ല എന്ന് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു നിങ്ങളുടെ റാങ്കിങ്ങിനെ ബാധിക്കുന്ന ബാങ്ക് സ്കോറിനെ ബാധിക്കുന്ന മറ്റൊരു പോയിന്റാണിത്. നിങ്ങളുടെ ഒപ്പീനിയൻ ക്ലിയർ ആണോ ഉള്ളത്. ക്ലിയർ ആയി നിങ്ങൾ എഗ്രി ചെയ്യുന്നുവെങ്കിൽ എഗ്രി ചെയ്യുന്നു എന്ന് പറയുക. ഈ ഒപ്പീനിയൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എസ്സേയുടെ കാര്യമാകുമ്പോൾ. അതേപോലെ തന്നെ ഡിസഗ്രി ആണെന്നുണ്ടെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ ആ ക്ലിയർ ഒപ്പീനിയൻ ഉണ്ട് എന്നുള്ളത് പ്രധാനമാണ്. ആ ഒപ്പീനിയനെ ബോഡി പാരഗ്രാഫ് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് വേറെയും പ്രധാനമാണ്. ബോഡി പാരഗ്രാഫ്സ് ഒരിക്കലും ഇൻട്രൊഡക്ഷനിൽ തന്നിരിക്കുന്ന ഒപ്പീനിയനെ കോൺട്രഡിക്റ്റ് ചെയ്യരുത്.
നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് കൺവിൻസിങ് ആണോ അതുകൂടി നിങ്ങൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറഞ്ഞത് എക്സാമിനർക്ക് കൂടി കൺവിൻസിങ് ആയ പോയിന്റായി തോന്നുന്നുണ്ടോ ഉള്ളത് കൂടി പ്രധാനമാണ്. അപ്പോൾ അല്പം ഒന്ന് ബ്രെയിൻ സ്റ്റോം ചെയ്യുക ഇത് എഴുതുന്നതിന് മുമ്പ്. അതിനൊരു ആവശ്യത്തിന് ഐഡിയാസ് കണ്ടുപിടിച്ച് അതിനകത്ത് റെലവൻ്റ് ആയ ഐഡിയാസ് ഏതൊക്കെയാണോ, ഇറലവൻ്റ് ആയ ഐഡിയാസ് എല്ലാം മാറ്റി ആ റെലവൻ്റ് ആയ ഐഡിയാസിനെ ഡെവലപ്പ് ചെയ്തിട്ട് എസ്സേ എഴുതുക. പിന്നെ സ്ട്രക്ചർ. അപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രക്ചർ അത് ടാസ്ക് 1-നായാലും ശരി ടാസ്ക് 2-നായാലും ശരി പ്രധാനമാണ്. ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ലെറ്ററിന് പറ്റിയ സ്ട്രക്ചർ ആയിരിക്കണം. അതിനകത്തൊരു ഓപ്പണിംഗ് ഫോർമുല ഡിയർ സർ ഓർ മാഡം എന്ന് പറയുന്ന ഒരു ഓപ്പണിംഗ് ഫ്രേസ് നിങ്ങൾ ആർക്ക് എഴുതുന്നുള്ളതിനനുസരിച്ചിരിക്കും. അതേപോലെ തന്നെ ഒരു ക്ലോസിംഗ് ഫോർമുല ഉണ്ടായിരിക്കണം. സിൻസിയർലി, ഫെയ്ത്ത്ഫുള്ളി അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ക്ലോസിംഗ് ഫോർമുല ഉണ്ടായിരിക്കണം. ലാംഗ്വേജ് അപ്രോപ്രിയേറ്റ് ആയിരിക്കണം. ഫോർമൽ ലെറ്ററിന് ഫോർമൽ ലാംഗ്വേജ്, ഇൻഫോർമൽ ലെറ്ററിന് ഇൻഫോർമൽ ലാംഗ്വേജ് അങ്ങനെയായിരിക്കണം. റിപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഫോർമലായ ലാംഗ്വേജിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക. എസ്സേക്ക് തന്നെ എസ്സേയിൽ എപ്പോഴും ഫോർമൽ ലാംഗ്വേജിലായിരിക്കണം എസ്സേയും എഴുതേണ്ടത്. കോൺട്രാക്റ്റഡ് വെർബ് ഫോംസ് എല്ലാം ഒന്നും ഉപയോഗിക്കരുത്. കോൺട്രാക്റ്റഡ് വെർബ് ഫോംസ് അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.